കോട്ടയത്തെ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്ന് ടോബി ജോൺസൺ അറിയിക്കുന്നു. കോട്ടയം പാറേച്ചാൽ ബൈപ്പാസിൽ ആണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇന്നലെ ഉണ്ടായ മഴയിലാണ് മരം വീണത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. കോട്ടയത്തും മഴ കാര്യമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ടോബി, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്നലെ രാത്രിയിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ വരെ ശക്തമായിട്ടുള്ള മഴ പെയ്തു എന്നാണ് നമുക്ക് വിവിധ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് പറയുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് പാറേച്ചാൽ ബൈപ്പാസിലാണ്, സിമന്റ് കവല ഭാഗത്താണ്. ഇവിടെ ഒരു വലിയൊരു പന അത് കടപുഴകി വഴിയിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആ പോസ്റ്റും ഇതോടൊപ്പം തന്നെ ഒടിഞ്ഞ് ഈ വഴിയിലേക്ക് വീണ് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈപ്പാസിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ മേഖലകളിൽ ഇതുപോലെ മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് തൃക്കൊടിത്താനത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം വീണതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതോടുപോലെ പൂഞ്ഞാർ അടിവാരത്തും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടതായിട്ടുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇതൊഴിച്ചു നിർത്തിയാൽ വലിയ നാശനഷ്ടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട്, ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റും ശക്തമായി വീശുന്നതാണ് ഈ ആശങ്കയുണ്ടാക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വിവരങ്ങൾ ഇനിയും ലഭിച്ചു വരേണ്ടതുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഈ വിവരം ഫയർഫോഴ്സിനെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി വരുന്നേ ഉള്ളൂ. അതിനനുസരിച്ച് നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ നാശനഷ്ടങ്ങളിലേക്കൊന്നും ജില്ലയിൽ പോയിട്ടില്ല. നിലവിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്.